കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി എടുക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുന്നത് വളരെ ബാലൻസോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഇടിക്കാതെ നമുക്ക് മുന്നോട്ടും ബൈക്കിലേക്കും എടുത്ത് വണ്ടി തിരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ ഒരു വാഹനം രണ്ട് വണ്ടികൾക്കിടയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തുള്ള സ്പേസും ഏകദേശം ഒരടി അടുത്തോടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസിനിടയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വാഹനം എളുപ്പത്തിൽ തിരിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3 ക്യാമറ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള ഒരു വിഷ്വൽ കാണാനായിട്ട് ഇത് ഞാൻ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ക്യാമറയിൽ നിന്നുള്ളൊരു വിഷ്വൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഫുട് പെഡലിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ക്യാമറയിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഞാൻ ഇവിടെ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുക്കണം. അതോടൊപ്പം തന്നെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയണം, ഫ്രണ്ട് ജഡ്ജ് ചെയ്യാൻ കഴിയണം. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും അറേഞ്ച് ചെയ്ത് വണ്ടിയുടെ ബാക്ക് പുറകിൽ കിടക്കുന്ന വാഹനത്തെ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആ ഒരു എൻഡ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ബാക്കിൽ കിടക്കുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇനി എങ്ങനെ വണ്ടിയുടെ മുൻവശം ജഡ്ജ് ചെയ്യാം? അതായത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ വാഹനത്തിൻ്റെ വൈപ്പർ പോയിന്റും കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ബോണറ്റിൻ്റെ ആ ഒരു സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ചുകൊണ്ട് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ, അതായത് വാഹനത്തിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു സെൻറ്റർ ലൈൻ ഞാൻ ഏകദേശം ഇവിടെ ഒരു അടയാളപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം. ആ സെൻട്രൽ ലൈനോട് നമ്മുടെ വാഹനം ഏകദേശം അടുത്ത് വരുമ്പോൾ വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതിൽ കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും. അപ്പോൾ അതാണ് ഞാൻ റെഫറൻസ് പോയിൻ്റായിട്ട് വെക്കാൻ പോകുന്നത്. നിങ്ങളും ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന അവസരങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചൊന്ന് ചെയ്തു നോക്കുക. ഞാൻ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാലിതെ ബ്രേക്കേ വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി എടുക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുന്നത് വളരെ ബാലൻസോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഇടിക്കാതെ നമുക്ക് മുന്നോട്ടും ബൈക്കിലേക്കും എടുത്ത് വണ്ടി തിരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഞാനിത് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഓടിക്കുന്നു. ഓടിച്ചതിന് ശേഷം ഞാനിത് മെല്ലെ വണ്ടി മുന്നോട്ടൊന്ന് മൂവ് ആക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, കുറച്ചും കൂടെ വണ്ടി മുന്നോട്ട് പോകും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഏകദേശം ഞാൻ ആ ഒരു ലൈൻ വെച്ചാണ് വാഹനം മുന്നോട്ടെടുത്തത്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് ഇടത്തേക്ക് ഓടിക്കുകയാണ്. അതായത് വണ്ടിയുടെ ബാക്ക് നമ്മൾ ഇടത്തേക്ക് ഓടിക്കുന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ച് വാഹനത്തിൻ്റെ ഏകദേശം മുൻവശം അങ്ങോട്ട് കയറി. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഇനി ഇവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുമ്പോൾ ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ സാവധാനം ചെയ്യണം. ഞാൻ ഫസ്റ്റ് ക്ലച്ചേ നയിച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ വാഹനം വന്നു. ഓക്കെ, പൂർണ്ണമായിട്ട് ഹാഫ് ക്ലച്ച് വന്നു. ഇനി ഒരു ശകലം പോലും വാഹനം മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഹാഫ് ക്ലച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ബ്രേക്കേ നയിച്ച് വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, മെല്ലെ ക്ലച്ചേ നയിക്കുമ്പോൾ തന്നെ വാഹനം ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കി വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. ഒപ്പം റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുന്നു. നിങ്ങൾ നോക്കുക, ബാക്ക് സൈഡിലേക്ക് ആവറേജ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ,
ഇനി ചെയ്യുന്നത് വീണ്ടും വാഹനം നേരെ മുന്നോട്ടെടുക്കാൻ പോവുകയാണ്. റെഫറൻസ് പോയിൻ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഏകദേശം ആ ഒരു 800ൻ്റെ സെൻട്രലായിട്ടുള്ള ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു സെൻട്രൽ ലൈനാണ്. ഞാനത് ഇവിടെ അടയാളപ്പെടുത്തി കാണിക്കാം. വീണ്ടും ഞാനിത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. ഹാഫ് ക്ലച്ചിലേക്ക് വന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി ബാക്കിലേക്കും മുന്നോട്ടും പോകുന്നില്ല, ഹാഫ് ക്ലച്ചിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, വീണ്ടും ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഒപ്പം ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം വീണ്ടും മുന്നിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ. ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടെ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ലെഫ്റ്റ് മിററിലൂടെ വണ്ടിയുടെ ബാക്ക് നോക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാനിത് റൈറ്റ് സൈഡിലെ മിററിലൂടെയും വണ്ടിയുടെ ബാക്ക് നോക്കുന്നു. നിങ്ങൾ നോക്കുക. ഇനി വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിച്ച് വാഹനം മെല്ലെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. കണ്ടില്ലേ? ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് എങ്ങനെ ഒരു കാറ് തിരിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ വാഹനം മുന്നോട്ട് നീക്കുന്ന അവസരങ്ങളിൽ മുന്നിൽ കിടക്കുന്ന വാഹനങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ മുന്നിൽ ഒരു ലോറി ആയിരിക്കാം കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മാരുതി 800 ആണ് കിടന്നത്, അതിന് പകരം മറ്റേതെങ്കിലും ഒരു വാഹനമായിരിക്കാം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ റെഫറൻസ് പോയിൻ്റായിട്ട് നോക്കേണ്ടത്? റെഫറൻസ് പോയിൻ്റായിട്ട് നിങ്ങൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊരു ഭാഗം മനസ്സിലാക്കിയെടുക്കുക. അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ, വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി മുന്നോട്ടൊന്ന് മൂവ് ആക്കിയതിന് ശേഷം വണ്ടി നിർത്തിയിട്ട് വെളിയിൽ ഇറങ്ങിപ്പോയി നോക്കുക, എത്രയധികം മുന്നിൽ കിടക്കുന്ന വാഹനവുമായിട്ട് നമ്മുടെ വാഹനത്തിനൊരു സ്പേസ് ആയെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പോയിന്റ് നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ വാഹനത്തിൻ്റെ എവിടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പിന്നീട് നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ റെഫറൻസ് പോയിൻ്റായിട്ട് മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ നോക്കേണ്ടത്. അങ്ങനെ റെഫറൻസ് പോയിൻ്റായിട്ട് നിങ്ങൾ മുന്നോട്ടെടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് വാഹനത്തിൻ്റെ മുൻവശം നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. ഇനി ബാക്ക് സൈഡ് എങ്ങനെയാണ് നോക്കുന്നത്? ബാക്ക് സൈഡ് നമുക്ക് നോക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. പുതിയ വാഹനങ്ങളിലാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം. ഇനി റിവേഴ്സ് ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ കൃത്യമായിട്ട് നോക്കുക. ബാക്ക് സൈഡിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മിറർ നോക്കിക്കൊണ്ട് വാഹനം തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ബാലൻസിങ് ചെയ്യേണ്ടത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററുമാണ്. ഇതിനൊരു കൺട്രോളിങ് കൃത്യമായിരിക്കണം. നമ്മൾ വാഹനം നിർത്തുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വണ്ടി നിർത്തുക, വാഹനം എടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് ക്ലച്ച് നയിക്കുക, എടുക്കുന്നതെല്ലാം കൃത്യമായിരിക്കണം. ഇതൊരു ബാലൻസോടെ നമ്മൾ ചെയ്യാൻ കഴിയണം. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും സ്റ്റിയറിംഗ് ഓരോ സൈഡ് ഓടിക്കുന്ന അവസരങ്ങളിലും പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ഓടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ലെഫ്റ്റ് ഓടിച്ചു കൊടുക്കുക, റൈറ്റ് ഓടിക്കുന്ന അവസരങ്ങളിൽ പൂർണ്ണമായിട്ട് റൈറ്റ് ഓടിക്കുക. ഇങ്ങനെ വാഹനം മുന്നോട്ടും ബാക്കിലേക്കും എടുത്തെടുത്ത് നിങ്ങൾ വാഹനം തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ വാഹനം ആവറേജ് ഓടിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.